കോളിഫ്ലവറിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടാ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണതേ ഗോബി മഞ്ചൂരിയൻ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കോൺഫ്ലവറിന്റെ പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ നന്നായിട്ട് നമ്മളുടെ ഈ ഒരു ബാറ്ററിന് കലക്കി എടുക്കുന്നുട്ടാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ നല്ല സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചൂടാക്കിയിട്ടേ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആവണവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി ഇതിൽ നിന്നുണ്ടല്ലോ കുറച്ചധികം ഓയിൽ കൊണ്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പോളം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സവാള ഇതേപോലെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ 1/2 കപ്പോളം ക്യാപ്സിക്കോണെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയായിട്ട് ചേർക്കണേ. മുളക് പൊടി ഒന്നും വേണ്ട. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ മസാലയിലൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ടാ. ഈ സോസിനൊക്കെ ഒരു ഉപ്പ് ഉണ്ടാവില്ലേ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം കലക്കിയിട്ട് നേരെ നമ്മളുടെ ഈ ഒരു മസാലയിലൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഈ സമയം ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയനോട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗോബി മഞ്ചൂരിയൻ ആട്ടാ. ഇനി കുറച്ച് ഗ്രേവി ഒക്കെ വേണമെങ്കിൽ ആ കോൺഫ്ലവർ നമ്മൾ കലക്കില്ല ആ സമയത്ത് കുറച്ച് അധികം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഗ്രേവി കിട്ടും. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഈ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടും.